നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്ന ദിവസമാണ്. വിഷ്ണു നമ്മളൊപ്പമുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കും, ഞാനതിന് ഉത്തരം പറയാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. മെനിങ്ങാന്ന് സ്വർണത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. മുംബൈ പോർട്ടിൽ ഒരു 5 ടൺ ഗോൾഡ് അകപ്പെട്ട് ഇതിന് വെളിയിൽ കൊണ്ടുവരാൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനെയും കഴിഞ്ഞ് ഇനി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന തീരുമാനം എടുക്കുന്ന അത്രയ്ക്കും ഉള്ളവുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊട്ട് ഗോൾഡ് വാങ്ങാമോ ഇല്ല ഗോൾഡ് പീസ് വാങ്ങാമോ, എന്താണ് വാങ്ങാം പോലെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ സാറിൻ്റെ അടുത്ത് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കാം. നമസ്കാരം സാർ. അപ്പൊ ആദ്യത്തെ ചോദ്യം വന്നിട്ട്, സ്ട്രൈറ്റ് ഓഫ് ഹോമോസിന് റീഓപ്പണിംഗ് ചെയ്തു, പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞ് എടുത്തു വച്ചിരുന്നത്. ഞാൻ ഇവിടെ വരുന്ന മുമ്പേ 2-3 മണി നേരത്തിന് മുമ്പേ വന്ന ന്യൂസ് ആൻഡ് റോൾഡ് ബാക്ക് ഇറ്റ് ഡിസിഷൻ ഫ്രം സ്ട്രൈറ്റ് ഓഫ് ഹോമോസ്. റോൾഡ് ബാക്ക്, അതെ റോൾ ബാക്ക് തന്നെ സാർ. ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ. രാവിലെ ഗേറ്റ് ഓപ്പൺ ചെയ്യണത് പോലെ ഇരുന്നു, നാളെ കാലത്ത് തന്നെ തുറക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് റോൾ ബാക്ക്? സാർ സ്റ്റേറ്റ് ഓഫ് ഹോമസിനെ ഓപ്പൺ ചെയ്തില്ല. റോൾ ബാക്സിന് എന്നൊരു പേരുമുണ്ട്, യശ്വന്ത് സിംഗായ്ക്ക് ഒരു പേരുണ്ട്. ആൻഡ് ബഡ്ജറ്റിൽ ഒരു പ്രൊപ്പോസൽ പറയും, അപ്പോസായ ഉടനെ ഞാൻ റോൾ ബാക്ക് ചെയ്യും. കാരണം അവരുടെ പേര് റോൾ ബാക്ക് എന്നാണ് വെച്ചത്. എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ബ്ലോക്കേഡ് മാത്രം കണ്ടിന്യൂ ആകും, സ്ട്രൈറ്റ് ഓഫ് ഹോമോസിനെ മാത്രം ഞങ്ങൾ ഓപ്പൺ ചെയ്യണം. മൊത്തത്തിൽ ഇത് എന്തായെന്ന് വെച്ചാൽ, എന്ന് പറയുന്നത് വെച്ചാൽ അവിടെ യുറേനിയം ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു. നോട്ട് ഗോയിങ് ഔട്ട് എന്ന് പറയുന്നു സാർ. അതായത് ഇപ്പോൾ ഞാൻ അതൊക്കെ കൊടുക്കുന്നതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തിരികെയും ഹോമോസിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇത് എങ്ങനെ ഇരിക്കുന്നു എന്നാൽ, ഇത് ലോങ്ങിൽ ചെല്ലത്തില്ല. കച്ച എണ്ണ 100 ചെന്നു എന്ന് വെച്ചോ, ഷാർട്ട് എന്ന് പറയും. പിന്നെ ഇപ്പൊ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ച ഇപ്പൊ ഇറാനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്നത് സാർ. ഇറാൻ ഷോർട്ട് അടിച്ചിരിക്കുന്നു. എല്ലാം ഇപ്പോൾ ഓക്കെ, 85 കവർ എന്ന് പറഞ്ഞ് എല്ലാം കവർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തിരികെ ലാങ്ങിൽ ചെന്ന് ഹോമോസിനെ മൂടിയിരിക്കുന്നു. ഇപ്പോൾ ഹോമോസിന് തുറക്കുകയാണെങ്കിൽ കൂടെ കച്ച എണ്ണ നാളെ തന്നെ വരത്തില്ല. കച്ച എണ്ണ വരാൻ 3-4 ദിവസം എടുക്കും. ഇന്ത്യയെ പൊറുത്ത മട്ടിൽ ഏപ്രിൽ മാസം ഗോവിന്ദ, മാർച്ചും ഗോവിന്ദ, ഏപ്രിലും ഗോവിന്ദ. ആദ്യത്തെ ക്വാർട്ടറിൽ 2 മാസം കാലി. ഇറാൻ വന്നിട്ട് എങ്ങനെയാണ് അവർ ആർമീനെ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ, ഒരുപാട് കൊല്ലമായിട്ട് US ആ ആർമിയിൽ ഇരുന്ന് എന്തൊക്കെ തെറ്റു ചെയ്തു എന്നതിന് ഇവർ പഠിച്ച് ശരിയാക്കിയാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത്. ഈ വാറിന് പുറത്തെ മട്ടിൽ ട്രംപാണ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ലോകം ഫുള്ളും സംസാരിച്ചു. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, സ്ട്രൈറ്റ് ഓഫ് ഹോമോസിന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് കാശ് സമ്പാദിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉടനെ 7-8% വീഴുന്നായിരുന്നു ക്രൂഡ് ഓയിൽ. സോ അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മൺഡേ രാവിലെ കയറും. ആ റേറ്റ് വന്നിട്ട് 125, 130. പുറത്തെ മട്ടിൽ ഈ കാര്യം തന്നെ 23-ാം തീയതി വരയ്ക്കും കാണിക്കുവാണെങ്കിൽ 24-ലിരുന്ന് പെട്രോൾ ഡീസൽ പ്രൈസിൽ വേരിയേഷൻ ഇരിക്കണം. അങ്ങനെ ഇല്ല എന്നാൽ എൻ്റെ ഇത് നോക്കുവാണെങ്കിൽ ബംഗാളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ തീർന്ന ശേഷം 29-ന് ശേഷം നടക്കാൻ സാധ്യത ഉണ്ട്. ഇരുന്നാലും ഒരു 15 ദിവസങ്ങളിൽ ഈ പെട്രോൾ ഡീസലിന്റെ വില ഇങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ അവൻ്റെ അറിയാം. വാർ കണ്ടിന്യൂ ആകുവാണെങ്കിൽ പെട്രോൾ ഡീസലിന്റെ വില കയറും. അടുത്തത് വന്നിട്ട് ഈ ഗോൾഡ് ബീസിനെ കുറിച്ചാണ്. HDFC ഒരു ന്യൂസ് വന്നിരിക്കുന്നു, റിവേറ്റീവ്സിൽ 50% ഇടാമെന്ന്. ഇതാണ് സാർ എന്തെന്ന് വെച്ചാൽ, ഗോൾഡ് ബീസിൽ ഇത് ഞാൻ ഒരു ഗോൾഡ് ബി 100 രൂപയ്ക്ക് വാങ്ങുന്നു എന്നാൽ ആ 100 രൂപയ്ക്ക് അവർ ബാക്കപ്പ് ഗോൾഡ് വച്ചിരിക്കണം എന്ന് തന്നെ സാർ കണക്ക്. ഏപ്രിൽ 1-ാം തീയതിക്ക് മുമ്പേ 100 രൂപ ഗോൾഡ് പീസ് വാങ്ങിയെങ്കിൽ 100 രൂപയ്ക്കുള്ള ഗോൾഡ് നിന്റെ കയ്യിലിരിക്കും. ഗോൾഡ് വന്ന് നിന്റെ കയ്യിലിരിക്കണം. ഇപ്പോൾ വന്നിട്ട് 50% ഗോൾഡ്. അൺഫോർച്ചുനേറ്റ്ലി ഗോൾഡിന്റെ വില ഇപ്പോൾ കൂടിയിരിക്കുന്നു, വളരെ കോസ്റ്റ്ലി ആയിരിക്കുന്നു. ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡോളറിൽ കാശ് എടുത്ത്, ഡോളറിന് ഷോർട്ടേജ് ആണ്. ഇതിനൊക്കെ ഡോളർ രക്ഷിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഇത് കാരണം എന്ത് ചെയ്തു എന്നാൽ, ലൈസൻസിനെ എക്സ്പാൻഡ് ചെയ്തു. എല്ലാ ബാങ്കിനും 8 ടൺ 5 ടൺ ഗോൾഡ്, 5 ടൺ സിൽവർ, 8 ടൺ സിൽവർ പോർട്ടിൽ വന്നിരിക്കുന്നു. ബാങ്കിന് അതിനെ എടുക്കാൻ പറ്റിയില്ല. ഇതിടയ്ക്ക് അക്ഷയ ധൃതിയും വന്നായിരുന്നു. ഷോർട്ടേജ് ആകുമെന്ന ഒരു പേടിയിൽ ഇന്നലെ ഈവനിങ് തുറന്നു വിട്ടായിരുന്നു. എങ്ങനെ ഇരിക്കുമെന്നാൽ, ഓപ്പൺ ചെയ്തു വിട്ട സിനാരിയോ എങ്ങനെ ഇരുന്നു എന്നാൽ, ഈ സിനിമയിലൊക്കെ നോക്കുമല്ലേ സർ, ബോംബ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും, ഈ റെഡ് വയറാ ഗ്രീൻ വയറാ എന്നൊക്കെ. അവസാന നിമിഷത്തിൽ ഒന്ന് ഗ്രീൻ വയറിനെ കട്ട് ചെയ്യുമല്ലോ, റെഡ് കൂടെ തൊടുവാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് കയറിയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നാൽ, ഗോൾഡ് എടുക്കുവാണെങ്കിൽ 50% ഗോൾഡ് എങ്കിൽ 50% ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലുള്ളതാണ്.
ഗോൾഡ് ബീസിൽ വരുന്ന കാശിന് മിച്ചം എന്താണ് ഇരിക്കുന്നത്? ഫ്യൂച്ചേഴ്സ് വന്നിട്ട് ഒരു ഫാഷൻ്റെ ആയിരിക്കും. ഇത് കാശിനെ എടുത്ത് വെച്ചിട്ട് മങ്ങാത്ത കളിച്ചു അല്ലേ സർ? ആണ് നിങ്ങൾക്കിപ്പോൾ ഗോൾഡ് ETF വാങ്ങുന്ന സമയം വരുന്ന റിസ്ക്. മുമ്പൊക്കെ ഗോൾഡ് ETF എന്ന് പറയുമ്പോൾ ഗോൾഡ് വാങ്ങി അവർ ലോക്കറിൽ വെക്കണം. പക്ഷേ ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഗോൾഡ് വാങ്ങി പിന്നെ 50% വന്നിട്ട് ഫ്യൂച്ചേഴ്സിൽ വാങ്ങാനാണ് പറയുന്നു. അതിൻ്റെ ശേഷം ഇരിക്കുന്ന മിച്ച പണത്തിന് വെച്ച് അവർ മങ്ങാത്ത കളിക്കും. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പോൾ എന്ത് പറയുന്നു? നിങ്ങളും ട്രേഡ് ചെയ്യൂല, ഞാൻ ട്രേഡ് ചെയ്യാൻ അഡ്വൈസും ചെയ്യത്തില്ല എന്ന് പറയുന്നു. അത് കാര്യം ആക്കി മ്യൂച്വൽ ഫണ്ടും നിങ്ങൾ ചെല്ലണ്ട എന്ന് പറയുന്നത് ഈ മങ്ങാത്ത കളിക്കുന്ന ഗെയിമാണ് അല്ലേ? അപ്പോൾ ഞാൻ സാറിനെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി തൊട്ട് ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. വേണ്ട, ഗോൾഡ് ബീസ് വേണ്ട. യാരൊക്കെ ഡെറിവേറ്റീവ് കളിക്കുന്നു, യാരൊക്കെ ഫുൾ ക്യാഷ് വച്ചിരിക്കുന്നു എന്നറിയാൻ പറ്റൂല. ഫുൾ ക്യാഷ് വച്ചിരിക്കുവാണെങ്കിൽ വച്ചിരിക്കാം. എന്താ ചോദിച്ചാൽ ബെസ്റ്റ് എന്തെന്ന് വെച്ചാൽ ടങ്കമൈൽ സ്കീമാണ് ബെസ്റ്റ്. അന്നന്ന് ആവശ്യമുള്ള ഗോൾഡ് വാങ്ങാം. 100 രൂപയായിട്ട് അന്നന്ന് ഗോൾഡ് വാങ്ങാം. എൻഡ് ഓഫ് ദി ഇയർ നീ ഗോൾഡായിട്ട് മാറ്റാം. സർ അതും നഗച്ചീട്ട് പോലെ അല്ലേ സർ? അത് ചീട്ട് എന്ന് പറയുമ്പോൾ മാസത്തിന് ഒരു പ്രാവശ്യമാണ്. ഇത് ഡെയിലി എപ്പോൾ വേണമെങ്കിലും ഇടാം. സാർ പറയുന്നത് ബിജി ഗോൾഡ്. ഗോൾഡ് ബിജി ഗോൾഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരരുത് എന്നല്ലേ പറയുന്നു? തങ്കമീലിനെ കുറിച്ച് എനിക്കറിയാം. സോ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു സർ, പക്ഷെ നിങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. പോലെ എന്തെങ്കിലും തന്നെ ചെയ്താവണം. എങ്ങനെ നിങ്ങൾക്ക് അറിയാനുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കണ്ടുകൊടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ. എൻ്റെ അടുത്ത് കുറെ ഗോൾഡ് ബീസ് ഇരിക്കുന്നു എന്നാൽ നമ്മൾ അതിനെ കൊടുത്തോണ്ട് വെളിയിൽ വരുന്നത് ബെസ്റ്റാ സർ? ഇപ്പോൾ കൊടുത്തോണ്ട് ഗോൾഡാ മാറ്റുന്നത് ബെസ്റ്റ്. ഇപ്പൊ എനിക്ക് എന്ത് സംശയം എന്നാ സാർ ഇന്നൊരു കാര്യം പറഞ്ഞായിരുന്നു, അടുത്ത് ഫുൾ ക്യാഷ് ഇരിക്കുന്ന ഇല്ല എന്ന് നോക്കാൻ പറഞ്ഞു. നിങ്ങൾ വാങ്ങുന്നത് ഈ നിപ്പോൺ ഗോൾഡ് ബീസ് വാങ്ങുന്നു. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കരുത്. എന്നെ ചോദിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്താൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്നാ ചേർത്ത് വെച്ച് നീ വീട്ടിൽ വാങ്ങി വെക്കുന്നത് കൊള്ളാം. സോ ഗോൾഡിന്റെ കാശിനെ വെച്ച് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബെറ്റർ സേഫ് ആയിരിക്കുന്നത് ബെസ്റ്റ് അല്ലേ സർ? ഫ്യൂച്ചേഴ്സിൽ വരാമെന്ന് എന്ന് പറഞ്ഞോ നേ പ്രോബ്ലമാണ്. ഇപ്പൊ ഞങ്ങൾ അകത്ത് കൈവെക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ സർ, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കെട്ടണമല്ലോ എന്ന ഒരു കാര്യമാണ്. എന്നാലും കെട്ടണം. അതെ സാർ, എന്നാലും കിട്ടണം. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അത് നീ കാണാതെ പോകും. ഞാൻ ടാക്സിനെ കുറിച്ച് വിഷമിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വയലന്റ് ആയിട്ട് ഗോൾഡ് മൂവായി അത് ഹെഡ്ജ് ചെയ്തെന്ന് പറയുവാണെങ്കിൽ നഷ്ടമായെങ്കിൽ നമ്മൾ തന്നെ വിഷമിക്കും. നല്ല വേദനയ്ക്ക് സർ, കറക്റ്റ്. ഗോൾഡ് തന്നെ ഹെഡ്ജ്. ഇതിന് അവർ ഹെഡ്ജ് വാങ്ങിയെന്ന് വെച്ചോ, പിന്നെ അതൊരു വലിയ പ്രോബ്ലമാണ്. ഈ മര്യാദയ്ക്ക് ഇതിന് ഗോൾഡ് മാറ്റുന്നതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ടൈം ടു സെൽ ഗോൾഡ് അല്ലേ? ഗോൾഡ് ബീസ്. അതെ, ടൈം ടു സെൽ ഗോൾഡ് ബീസ് ആൻഡ് ബൈ ഫിസിക്കൽ ഗോൾഡ്. സാർ ഒരുപാട് കൊല്ലം കൊണ്ട് ഗോൾഡ് ബീസ് വാങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിൽ തന്നെ ഗോൾഡ് ബീസിനെ കൊടുക്കാം എന്ന് പറഞ്ഞത് കാരണം ഇരിക്കുന്ന പ്രോബ്ലംസ് ആണ്. സ്റ്റോക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ട് സാർ. പക്ഷെ ഇന്ന് ഗോൾഡ് ആണ് ഇമ്പോർട്ടന്റ്. കാരണം തപ്പിയ മരണം എന്ന് പറയുന്നത് പോലെ ഗോൾഡിന്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇരിക്കുന്നു. ഇത് ഇന്ത്യയെ പുറത്തെ മട്ടിൽ ഒരുപാട് ചോദ്യങ്ങൾ ഗോൾഡിനെ കുറിച്ച് ചോദിച്ചത് നമ്മളെ ജനങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റഡ് ഇൻ ഗോൾഡ് ആണ്. ഉള്ള എപ്പിസോഡിൽ സാർ അടുത്ത് ഞാൻ സ്റ്റോക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നന്ദി സാർ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.